നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവരുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. മായാത്ത സ്മരണകളിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് പുറത്തായപ്പോൾ ഞാൻ ഒരിക്കൽ മരിച്ചതാ. നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഞാൻ വീണ്ടും വന്നപ്പോൾ അത് ഒരു പുനർജന്മമായിരുന്നു. ഇനി എനിക്ക് മരിച്ചാലും ദുഃഖമില്ല. പലരുടെയും മനസ്സിലെ സ്മാരകശിലകളിൽ പാവപ്പെട്ട എന്റെയും പേരുണ്ടാവുമല്ലോ. എന്താ വല്യമ്മാവ് ഇത്? ഞാനൊരു കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്നത് കോടതിയല്ല, എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സാ. കോടതിയോ മനുഷ്യരോ എനിക്കൊരു വധശിക്ഷ വിധിച്ചാലും നിങ്ങളെല്ലാവരും എനിക്ക് കുറ്റവിമുക്തി നടത്തിയല്ലോ. അതാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ജീവിക്കും. അങ്ങനൊന്നും പറയല്ലേ ചേട്ടാ. എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മാവൻ വെറുതെ മനസ്സിനായിട്ട് വിഷമിപ്പിക്കുക. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരിക്കൽ പോകേണ്ടതല്ലേ മോനെ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, മീനാക്ഷിയും ദേവിയും വെറും പാവങ്ങളാ. നീ നിന്റെ അമ്മയും മീനാക്ഷിയും ഒരിക്കലും കരയിപ്പിക്കില്ല എന്ന് ഈ വല്യമ്മാവന് നന്നായിട്ടറിയാം. എന്റെ അച്ഛനെയും അമ്മയും ആവോളം സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവരെനിക്ക് തന്ന സ്നേഹത്തിന് പകരം വേദനകൾ മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ആ സ്നേഹം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് കൊടുക്കണം. ദേവി, ഒരു വിഷമം എനിക്കുണ്ട്. ദൈവം നമുക്ക് അനുവദിച്ചു തന്ന കാലത്തിൽ കുറെ ഞാൻ ദൂർത്തടിച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്ങാൻ ദേവിക്ക് കരുത്തുണ്ടാവണം, എന്തുണ്ടായാലും. ദൈവം വിചാരിച്ചാൽ ഇനിയും ജന്മങ്ങളുണ്ടാവും. അന്നും എന്റെ ദൈവത്തിന്റെ കൂട്ടിന് തരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. മൂന്നാമതൊരാൾ നമ്മുടെ ഇടയിലേക്ക് വരാതിരിക്കാനും. കഥകൾ എഴുതി എഴുതി കാലം കടന്നുപോകും. മായാത്ത സ്മരണകൾ സൂക്ഷിച്ച മനസ്സിനെയും കടലെടുക്കും. അതാണ് കാലം. അച്ഛാ, ചേട്ടാ, അച്ഛാ, അച്ഛാ. അച്ഛാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.